മഹിമ കുറച്ച് സ്പിരിച്വൽ ആണോ? കയ്യിലാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. നേരത്തെയും നമുക്ക് എപ്പം മഹിമ ഇന്റർവ്യൂ തരാൻ വന്നാലും കയ്യിൽ നോട്ടീസ് ചെയ്തായിരുന്നു. പിന്നെ ഇതെന്റെ കഴുത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവാറ്. യൂഷ്വലി കഴുത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്റർവ്യൂസ് അങ്ങനെ പബ്ലിക് അപ്പിയറൻസ് എങ്ങനെയൊക്കെ മീഡിയയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മാത്രം, ബിക്കോസ് നമ്മൾ ഒരാളുടെ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അതിന് കുറച്ച് ജസ്റ്റിസ് കൊടുക്കണമല്ലോ. ഒരു ഡിസൈനറിന്റെ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അതുകൊണ്ട് മാത്രം കയ്യിൽ മാറ്റി കെട്ടുന്നതാണ്. ഐ എം സ്പിരിച്വൽ. പക്ഷെ എന്റെ ബിലീഫ്സ് ഞാൻ ആരെയും എന്താന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഐ ആം സ്പിരിച്വൽ. ഹൗ അഡിക്റ്റഡ് ആർ യു ടു കോഫി? കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ബയോ കണ്ടു കഫീൻ ഡിപ്പെൻഡന്റ്. ഭയങ്കരമാണ് എനിക്ക്. പക്ഷെ ഞാൻ കോഫിയിലൊന്നും ഷുഗറും മിൽക്കും ഒന്നും ആഡ് ചെയ്യില്ല. പ്ലെയിൻ കോഫി എന്റെ അമ്മ ഭയങ്കരമാണ്. പക്ഷെ അമ്മ നീ എങ്ങനെയായിട്ട് ഇത് കുടിക്കുന്നതെന്ന് ചോദിക്കും എന്റെ അടുത്ത്. ലൈക് പ്ലെയിൻ അമേരിക്കാനോ, നോ ഷുഗർ നോ മിൽക്ക്, അതാണ് എനിക്കിഷ്ടം. എത്ര വേണമെങ്കിലും പോകും. ഇത് ഇപ്പൊ തുടങ്ങിയ സ്വഭാവമല്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടേ ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു. നല്ല പഠിപ്പിയായിരുന്നു. എത്ര പെർസെന്റ് മാർക്ക് പ്ലസ് ഉണ്ടായിരുന്നു? 10th 11th 12th ഒക്കെ എല്ലാത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തുടങ്ങിയ ശീലമായത്. കാരണം ഞാൻ രാത്രി എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഒരു 3 മണി 4 മണി വരെ ഒക്കെ ഇരുന്ന് പഠിക്കും. പഠിക്കും 3 മണി 4 മണി ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേക്കാൻ അത്ര മടിയാ എനിക്ക്. ഒരു 7 മണി 8 മണിയാവാതെ ഞാൻ രാവിലെ എണീക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അത് കോമ്പൻസേറ്റ് ചെയ്യാം. രാവിലെ ലേറ്റായി എഴുന്നേറ്റിട്ട് രാത്രി എത്രത്തോളം മാക്സിമം ഇരിക്കും. അപ്പൊ തുടങ്ങിയ ശീലമായത്. അപ്പൊ രാത്രി ഇരിക്കാൻ വേണ്ടിയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ആണ് ഒരു ശീലമാണ് ഈ ജാഗറി കോഫി. ഷുഗർ ഇടാതെ ജാഗറി ഇട്ടിട്ട് കോഫി ഉണ്ടാക്കും, ബ്ലാക്ക് കോഫി. അത് കുറെ കാലങ്ങളായിട്ടുള്ള ശീലമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതിപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഫോളോ ചെയ്യും. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കപ്പ് കോഫി എന്നുള്ളത് എല്ലാവർക്കും കമ്പൽസറി ആയിട്ടുള്ള കാര്യം. അപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങിയ ശീലം അത്. അപ്പൊ ഇപ്പൊ ഷൂട്ടിന് പോയാലും എനിക്ക് രാവിലെ ഒരു കോഫി എന്തായാലും വേണം. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോഫി, ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം ഒരു കോഫി, പിന്നെ ഈവനിങ് ഒരു കോഫി, പിന്നെ നൈറ്റ് ഒരു കോഫി. വെരി മച്ച് കുറച്ച് അൺഹെൽതി ആണ്. പക്ഷെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോഫി ഇഷ്ടമാണെങ്കിൽ എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ നന്നായി ചായ ഉണ്ടാക്കും. അതെ അല്ലേ? വേറെ എന്തൊക്കെ കുക്ക് ചെയ്യും? എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് കുക്കിങ്ങിനേക്കാൾ എനിക്ക് ബേക്കിംഗ് നന്നായിട്ട് അറിയാം. ബ്രെഡൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ബ്രെഡൊക്കെ വീട്ടിലുണ്ടാക്കും. ഐ കൻ മേക്ക് പിസ്സ, പാസ്ത, സ്ട്രോഗനോഫ്, ഇതൊക്കെ ഉണ്ടാക്കാറ്. സോ മഹിമ ഇപ്പൊ പറഞ്ഞു മഹിമ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, പേരന്റ്സിന് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പേരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ എല്ലാ എക്സ്പെക്ടേഷൻ ഒരു 12th കഴിയുമ്പോൾ ഡോക്ടർ ആകുക, എഞ്ചിനീയർ ആകുക, ആ റൂട്ട് പോവാണ്. പക്ഷെ മഹിമ അതെല്ലാം ബ്രേക്ക് ചെയ്ത് യു ബിക്കം എ ഗോർജിയസ് ആക്ട്രസ്. എന്റെ അമ്മയ്ക്കൊന്നും അതൊരു ഷോക്ക് ആയിരുന്നില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത്. മൈ മദർ ഇസ് എ ടീച്ചർ.